عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. ആദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, നേതാക്കളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരായ പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്തവരുടെയും നമ്മളും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഈ എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ മുഴുവൻ ഖബറുകൾ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൽ നമ്മെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സി ഉസ്താദ് അവർകൾ സ്വാഗതം പറഞ്ഞപ്പോൾ ഇനി ഞാൻ പ്രസംഗിക്കേണ്ടി വരൂല എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഇതുവരെ ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ഞാൻ പറയാൻ നിർബന്ധിതനാകുന്ന ഒരു ജുംല പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. അതിനാൽ നിർബന്ധിതനായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് ഉസ്താദുമാര് നമ്മുടെ ഈ വേദിയിലുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സാദാത്തുക്കൾ മുഴുവൻ ഇവിടെയുണ്ട്. ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയയിലെ പ്രഗത്ഭരായ ഉസ്താദുമാരുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് എപ്പോഴും എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടുകൾ നൽകുന്ന മൻസൂറാജി അടക്കമുള്ള പൗരപ്രമുഖർ ഇവിടെയുണ്ട്. സി ഉസ്താദ് അവർകൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞതുകൊണ്ട് ഇനി അവർക്കൊക്കെ അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും ദീനി ഖിദ്മത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖും ഏറ്റി നൽകണേ എന്നുള്ള ഒരു ദുആ നടത്തി ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ 50 വർഷത്തിലധികമായി സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തി വരികയാണ്. ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു എങ്കിൽ വളരെ ബൃഹത്തായ രീതിയിൽ അത്തരം ഒരു പരിപാടി നമ്മൾക്ക് ഇവിടെ നടത്തേണ്ടിയിരുന്നു. പക്ഷേ ഖത്മുൽ ബുഖാരി എന്ന അതിപ്രധാനമായ ചടങ്ങ് എല്ലാ വർഷവും നമ്മുടെ ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയും ഹദ്റത്തിൽ വെച്ച് നടത്തപ്പെടുന്നതിനാൽ ശൈഖുന തന്നെ പറഞ്ഞു മറ്റൊരു പരിപാടി വേണ്ട. അഥവാ ഏറ്റവും വലിയ പരിപാടി ഇതുതന്നെയാണ്. ഇവിടെ കൂടിയവർ മുഴുവൻ ഒന്നുകിൽ അവർ പൂർണ്ണ അർത്ഥത്തിലുള്ള ഉലമാക്കളാണ്, അതല്ലെങ്കിൽ ആ പൂർണ്ണ അർത്ഥത്തിലുള്ള ഉലമാക്കളെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന മുഹിബ്ബീങ്ങളാണ്. അത്തരം മുഹിബ്ബീങ്ങളും ഉലമാക്കളും മാത്രം അടങ്ങുന്ന ഒരു സഭയിൽ വെച്ച് അൽഹംദുലില്ലാഹ് ഈ ഖത്മുൽ ബുഖാരി എന്ന് പറയുന്ന ചടങ്ങ് നടക്കുകയും ഇവിടെ കൂടിയ ആളുകൾ മുഴുവനും മാത്രമല്ല ഓൺലൈനായിക്കൊണ്ട് ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളിലും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരും അവരൊക്കെ ഈ പരിപാടിക്ക് സാക്ഷിയാകുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന പ്രാർത്ഥന, പടച്ചവനെ ഞങ്ങളെ കാന്തപുരം ഉസ്താദിന് നീ ദീർഘായുസ് നൽകണേ, ഞങ്ങളുടെ സാദാത്തുക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ, ഞങ്ങളുടെ ഉലമാക്കൾക്ക് നീ ആരോഗ്യം നൽകണേ, സുന്നത്തി ജമാഅത്തിന് എത്ര തന്നെ
ഭീഷണികൾ അതിന്റെ എതിരാളികളുടെ ഭാഗത്തു നിന്നുണ്ടായാലും ആ ഭീഷണികളിലൊന്നും പേടിച്ചു പോകാതെ പതറാതെ വളരെ ശക്തമായി ഹിമ്മത്തോടുകൂടി നേതൃത്വം നൽകാനുള്ള കരുത്തും തൗഫീഖും ഏറ്റി നൽകണേ എന്ന് അവരൊക്കെ ദുആ ചെയ്യുകയാണ്. നമ്മളും ദുആ ചെയ്യുകയാണ്. അല്ലാഹ് നീ എല്ലാവർക്കും തൗഫീഖ് ഏറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഈ മഹത്തായ സദസ്സിൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം എടുത്ത് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി, ജനുവരി 6-ാം തീയതി 2014 ജനുവരി 6-ാം തീയതി, അന്ന് റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ചയായി. നമ്മുടെ ഈ മർക്കസിന്റെ പരിസരം മുഴുവൻ അന്ന് വിശ്വാസികളെ കൊണ്ട് നിബിഡമായിരുന്നു. കൃത്യമായി ഞാൻ തന്നെ നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2 ലൈനുകളിലായി 1 മണിക്കൂറിനുള്ളിൽ 7500 പേർ, വളരെ കൃത്യമായി, അതിൽ കൂടുകയല്ലാതെ കുറയുകയില്ല. 1 മണിക്കൂറിനുള്ളിൽ 2 ലൈനുകളിലായി ഏറ്റവും ചുരുങ്ങിയത് 7500 പേർ എന്ന രീതിയിൽ 10 മണിക്കൂറുകൾ കൊണ്ട്, 10 മണിക്കൂറിലധികമുണ്ട്, പക്ഷേ ശരാശരി 10 മണിക്കൂറിനുള്ളിൽ 75,000 ആളുകളാണ് ഈ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി ഈ മജ്ലിസിൽ വന്നുകൊണ്ട് ഷാറെ മുബാറക്കിന്റെ വെള്ളം വാങ്ങാൻ വേണ്ടി ക്യൂ നിന്നുകൊണ്ട് ചുരുങ്ങിയത് 2 മണിക്കൂർ തന്നെയെങ്കിലും അവരിൽപ്പെട്ട ഓരോരുത്തരും ഈ അണിയണിയായി നിന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലി, അങ്ങനെ 75 ലക്ഷം സ്വലാത്ത് ആ കഴിഞ്ഞ 6-ാം തീയതി ഏറ്റവും മിനിമം കണക്ക് പ്രകാരം ഇവിടെ നടക്കുകയുണ്ടായി. ഞാൻ ആ ഷാറെ മുബാറക്കിന് വന്ന ആളുകളുടെ എണ്ണത്തെപ്പറ്റി ആർക്കോ തർക്കമുണ്ടാകും. ആ തർക്കം തീർക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനല്ല വന്നത്, മറിച്ച് ആ സഭയുടെ ഗാംഭീര്യം മനസ്സിലാക്കി അന്നിവിടെ നടന്ന മറ്റൊരു കാര്യത്തിലേക്ക് എന്റെ സഖാഫികളായ പ്രവർത്തകന്മാരുടെ, സുഹൃത്തുക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 75,000-ഓളം ആളുകൾ 2 മണിക്കൂറിലധികം ഓരോരുത്തരും ഓരോ സെക്കൻഡിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ അതിഗംഭീരമായ മജ്ലിസിൽ ഷാറെ മുബാറക്ക് ദർശിക്കാനും അതിന്റെ പുണ്യജലം വാങ്ങി അനുഗ്രഹം തേടാനും വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരൊറ്റ കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയാണ്. നന്ദി ബസാറിലെ ഹസൈനാർ സൈദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അന്ന് ഇവിടെ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ പലർക്കും ഓർമ്മയുണ്ടാകും. ഹസൈനാർ സൈദി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ യുവാവായ ജുനൈദ് എന്ന് പറയുന്ന മകന്റെ മയ്യിത്തുമായിട്ടാണ് ഈ മർക്കസ് ക്യാമ്പസിൽ അന്ന് വന്നത്. ഇവിടെ 10,000 തടിച്ചുകൂടി ഷാറെ മുബാറക്കിന്റെ വെള്ളം വാങ്ങാൻ വേണ്ടി, അതേപോലെ തന്നെ സ്വലാത്ത് ചൊല്ലി ഈ ധന്യമായ സദസ്സിനെ ഭംഗിയാക്കി അനുഗ്രഹം നേടാൻ വേണ്ടി വന്നപ്പോൾ ആ നന്ദി ബസാറിൽ നിന്ന് ഹസൈനാർ സൈദി എന്ന് പറയുന്ന പണ്ഡിതൻ ജുനൈദ് എന്ന തന്റെ കൗമാരക്കാരനായ കുട്ടിയുടെ മയ്യിത്തുമായി ഇവിടെ വന്നത് എന്തിനായിരുന്നു നിങ്ങൾക്കറിയാമോ? ആ കുട്ടി 1-ാം നമ്പർ ഒരു SSF-കാരനായിരുന്നു. മരിക്കുന്നതിന്റെ തലേന്ന് ആക്സിഡന്റ് ആയ ഉടനെ ആ കുട്ടി അവന്റെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞ ആഗ്രഹം എന്താണെന്നറിയാമോ? എനിക്ക് ഈ ആക്സിഡന്റ് പറ്റിയല്ലോ, എനിക്ക് ആകെ ഒരൊറ്റ പ്രയാസം മാത്രമേ ഉള്ളൂ. പടച്ചവനെ, നാളെ മറ്റന്നാൾ മർക്കസിൽ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച ഷാറെ മുബാറക്ക് പരിപാടി നടക്കുകയാണ്. എനിക്ക് ആ പരിപാടിയിൽ കൂടാൻ കഴിയില്ലല്ലോ. എനിക്ക് AP ഉസ്താദിന്റെ മുഖം അവസാനമായി ഒരു നോക്കുകൂടി കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് ആ കുട്ടി തന്റെ ഉമ്മയോടും തന്റെ ഉപ്പയോടും പരിക്ക് പറ്റിയ ഉടനെ സമ്മതിച്ചത് എങ്കിൽ ആ ഉമ്മയാണ് ആ ഉപ്പയോട് പറയുന്നത്, കുട്ടിയുടെ മയ്യിത്ത് നിങ്ങൾ മർക്കസിൽ കൊണ്ടുപോകണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മയ്യിത്ത് 6-ാം തീയതി ജനുവരി 6-ാം തീയതി ആദ്യത്തെ റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച ഇവിടെ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മുടെ മസ്ജിദുൽ ആമിരിയിൽ വെച്ച്
ആ കുട്ടിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുമ്പോൾ ആ കണ്ണിൽ നിന്ന് കണ്ണുനീരും ആ കണ്ടത്തിൽ നിന്ന് ഇടർച്ചയുടെ ശബ്ദവുമായിരുന്നു പിന്നിൽ മയ്യിത്ത് നിസ്കരിക്കാൻ നിന്ന മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് എന്തുകൊണ്ടുണ്ടായി? ഞാൻ ഒരൊറ്റ സംഭവവും കൂടി ഉണർത്തി നിർത്താം. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ എനിക്കിവിടെ അനുസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ മകൻ അബ്ദുറഹ്മാൻ കാമിൽ സഖാഫി അഹ്സനി, നമുക്കറിയാം, വളരെയധികം സുദീർഘമായ രോഗത്തിന് ശേഷം വിട പറയുകയാണ്. അല്ലാഹു തആല ആ കുട്ടിയുടെയും ആ സഖാഫിയുടെയും മരണപ്പെട്ടുപോയ മുഴുവൻ സഖാഫിമാരുടെയും അല്ലാത്തവരുടെയും ഒക്കെ ഖബറുകൾ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ മകൻ മരണപ്പെട്ടു. കേരളം മുഴുവൻ അങ്ങോട്ട് തിരിച്ചു. അസർ നിസ്കാരാനന്തരം മയ്യിത്ത് നിസ്കരിക്കാൻ അവിടെ സമയമായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ആകെ ആലോചിച്ചൊരു കാര്യം, സുലൈമാൻ ഉസ്താദ് ആരോടായിരിക്കും തന്റെ മകൻ അബ്ദുറഹ്മാന് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിൽക്കാൻ പറയുക എന്ന്. എന്തേ ഞാൻ അങ്ങനെ ആലോചിക്കാൻ കാരണം എനിക്കറിയില്ല. പക്ഷേ എന്റെ കൽബിൽ അന്ന് വന്ന ചിന്ത അതാണ്. ഞാൻ അവിടെ കണ്ടു തങ്ങന്മാരുടെ സാദാത്തുക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വലിയ വലിയ സാദാത്തുക്കളും അതുപോലെ തന്നെ ഉലമാക്കളും അവിടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരായിരിക്കും മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുക എന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, ആ ഉസ്താദിന്റെ ഇൽമിന്റെ ആയത്തെപ്പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരടക്കം ഒരുപാട് സഖാഫിമാർ ഇവിടെ തന്നെയുണ്ട്. അവർക്കൊക്കെ ആ ഇൽമിന്റെ നിറകുടത്തിൽ നിന്ന് ആവോളം വലിച്ചു കുടിക്കാൻ അവസരം ലഭിച്ചവരാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഫിഖ്ഹിന്റെ മസ്അല അറിയാത്ത ആളല്ല, മറിച്ച് ഫിഖ്ഹിന്റെ മസ്അല ഏത് വേണമെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വേണമെങ്കിലുമുള്ള മസ്അല പറയാൻ കഴിവുള്ള ആളാണ്. ആരെയാണ് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിർത്തേണ്ടത് എന്ന് അറിയാത്ത ആളല്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവിടെ വെച്ച് പറഞ്ഞു, AP ഉസ്താദ് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകും. ഈ മുഴുവൻ ആലിമീങ്ങളെയും ഈ മുഴുവൻ മുതഅല്ലിമീങ്ങളെയും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, സുലൈമാൻ ഉസ്താദിന്, കാന്തപുരം ഉസ്താദിനെ തന്റെ മകന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മുന്നോട്ട് ആക്കാൻ പ്രചോദനം നൽകിയത് എന്താണ്? അതേപോലെ തന്നെ ആ പാവപ്പെട്ട സൈനാർ സൈദിക്ക് തന്റെ മകന്റെ മയ്യിത്തുമായി മർക്കസിൽ വന്ന് കാന്തപുരം ഉസ്താദ് ഇമാമത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ, ജീവൻ പോയ ആ കുട്ടിയെ, മരണപ്പെട്ടുപോയ കുട്ടിയെ ഈ ശറഅ മുബാറക്ക് നടക്കുന്ന സ്ഥലം, പ്രദർശനം നടക്കുന്ന ആ പരിപാടി നടക്കുന്ന ദിവസം മർക്കസിൽ കൊണ്ടുവന്ന് മയ്യിത്ത് നിസ്കരിപ്പിക്കാൻ പ്രയോഗം നൽകിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദെങ്ങാനും സുന്നത്തിയമായത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ഇന്ന് ഇവിടെ ഉള്ളതുപോലെ അവരുണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. സുന്നത്തിയമായത്തിന് നേതൃത്വം നൽകാൻ കാന്തപുരം ഉസ്താദെങ്ങാനും ഈ അജയ്യ നേതൃത്വം നൽകാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സുന്നികളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർകൾ നേരത്തെ മുമ്പ് മരണപ്പെട്ടുപോയ പല പുത്തൻവാദി നേതാക്കന്മാരുടെ മരണവുമായും അവരുടെ മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പലതും പറഞ്ഞു. അന്നൊന്നും മരണപ്പെട്ടപ്പോൾ സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ ആരും പോയിരുന്നില്ല എന്ന് പറഞ്ഞു. ഈ അടുത്തൊരാൾ മരണപ്പെട്ടപ്പോൾ പോയ സംഭവവും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയാമോ, കാന്തപുരം ഉസ്താദിന്റെ ഈ പ്രവർത്തന ശൈലി എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവിടെ ആര് മരിച്ചാൽ ആരൊക്കെ പോകണം എന്നോ, ആരൊക്കെയാണ് പോയത് എന്നോ, പോവുകയാണോ വേണ്ടിയിരുന്നത്, പോകാതിരിക്കുകയാണോ വേണ്ടിയിരുന്നത്, അത്തരം ഒരു ചർച്ച തന്നെ ഇവിടെ നടക്കില്ലായിരുന്നു. മറിച്ച് ഇവിടെ സുന്നി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടാകൂലായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യമായ എല്ലാ രീതിയിലും നേതൃത്വം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നൽകിയത് എന്നുള്ള ഉറപ്പാണ്
ഈ ആലിമീങ്ങളെ മുഴുവൻ ഉസ്താദിന്റെ പിന്നിൽ അണിനിരക്കാൻ അവരെ സർവാത്മന തയ്യാറാക്കിയത് എന്ന വസ്തുത നിങ്ങളെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ഏതോ ഒന്നോ രണ്ടോ ആലിമീങ്ങൾ അങ്ങനെ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വം അംഗീകരിക്കുന്നു. അതേസമയം മറ്റെവിടെയെങ്കിലും ചെന്നാൽ അതിനൊന്നും യാതൊരു വിലയുമില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ 2013 നവംബറിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ പലസ്തീനിൽ സിയാറത്തിന് പോകാനുള്ള അവസരം എനിക്കും ലഭിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും യൂസുഫ് നബി അലൈഹിസ്സലാമും അങ്ങനെ ഒരുപാട് അംബിയ മുർസലീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അൽ ഖലീൽ എന്ന് പറയുന്ന നഗരത്തിലെ ആ ഏറ്റവും വലിയ പട്ടണത്തിലെ ജാമിഉൽ ഖലീൽ എന്ന് പറയുന്ന പള്ളിയിലേക്ക് കഴിഞ്ഞ നവംബർ 20-ാം തീയതി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, പള്ളിയിലെത്തിയപ്പോൾ ളുഹ്റിന്റെ സമയമായിരിക്കുകയാണ്. ളുഹ്റിന് ബാങ്ക് കൊടുത്തു. ഒതുവെടുത്ത് എല്ലാവരും പള്ളിയിലേക്ക് കയറി. 19ഓളം ആളുകൾ വരുന്ന ഒരു സംഘത്തിലാണ് ഞങ്ങൾ പോയിരുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പള്ളിയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ എവിടെ നിന്നാണ് ആ പള്ളിയിലെ ഇമാമിനും അവിടുത്തെ പണ്ഡിതന്മാർക്കും ഉസ്താദിനെ മനസ്സിലായത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഉസ്താദിനെ അങ്ങോട്ട് കണ്ടപ്പോൾ മുൻപരിചയം വേണം എന്നുമില്ല. മുഅ്മിനീങ്ങൾക്ക് ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് പറഞ്ഞതുപോലെ ആ മുഖം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഉസ്താദിനെ കണ്ടപാടെ അവർ എഴുന്നേറ്റ് നിന്നു. അവർ ഉസ്താദിനെ മുസാഫഹത്ത് ചെയ്തു. മാത്രമല്ല, നിസ്കാരത്തിന് സമയമായപ്പോൾ മസ്ജിദുൽ ഖലീലിലെ ഇമാമ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളോട് പറയുകയാണ്, യാ ശൈഖനാ തഖദ്ദം, നിങ്ങൾ മുന്നിൽ നിൽക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, അന മുസാഫിർ വ അന അഖൂമു ബി സ്വലാത്തിൽ ളുഹ്രി വൽ അസ്രി മഅൻ ജമ്മ തഖ്ദീം. ഞങ്ങൾ കസുറും ജമ്മുവാക്കി നിസ്കരിക്കുകയാണ്. ഇമാമത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാണ്. അവര് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ജമ്മാക്കി ബാക്കി അസറും കൂടി നിസ്കരിച്ചോളൂ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഇമാമത്ത് നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇമാമത്ത് നിന്ന് അവിടെ ളുഹ്ർ നിസ്കരിക്കുകയാണ്. അതിനുശേഷം അവർ ഉസ്താദിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൽമു പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതുപോലെ തന്നെ മറ്റു കുറെ പണ്ഡിതന്മാരും ഒക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് രാത്രി ഇശാ സമയമായപ്പോൾ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളികളിലെ 3ാമത്തെ പള്ളിയിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇശാ നിസ്കാരത്തിന് ഞങ്ങൾ മസ്ബൂക്കായിട്ടായിരുന്നു എത്തിയത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമ് പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഇമാമ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകളെ കണ്ടപ്പോൾ ഉടനെ തന്നെ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല, ഇന്ന് ശൈഖ് അബൂബക്കർ സംസാരിക്കും. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, എവിടെ ചെന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഖബൂൽ കാരണമായി അവിടുത്തെ ആലിമീങ്ങളും അവിടുത്തെ നേതാക്കളും ഒക്കെ അംഗീകരിക്കുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ ക്ലാസും കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന പലസ്തീനികളും മറ്റു നാടുകളിൽ നിന്ന് വന്നവരുമായ അറബികൾ പറയുന്നു, ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞങ്ങൾക്ക് മതിയായിട്ടില്ല, നിങ്ങൾക്ക് പ്രയാസമില്ല എങ്കിൽ നാളെ സുബ്ഹി കൂടി ഞങ്ങളെ കൂടെ നിസ്കരിക്കണം. എന്നിട്ട് സുബ്ഹി നിസ്കരിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് ഒരു ഹദീസിൽ ഇജാസത്ത് തരണം എന്ന് പറഞ്ഞ് അവർ ആവശ്യപ്പെടുകയാണ്. പിറ്റേന്ന് സുബ്ഹിക്ക് വളരെ പെട്ടെന്ന് നിസ്കരിച്ച് തിരിച്ച് ഈജിപ്തിലേക്കുള്ള യാത്ര തുടരണം എന്നായിരുന്നു ഞങ്ങളെ പ്ലാൻ. പക്ഷേ ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് വിശ്വാസികളായ ആളുകൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ശൈഖുന പറഞ്ഞു, യാത്ര നമുക്ക് അല്പം കഴിഞ്ഞിട്ടാക്കാം. അങ്ങനെ കൊടും തണുപ്പിൽ, നിങ്ങൾക്കറിയാം നവംബർ മാസമാണ്, നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉത്തരാംശം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് അഥവാ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് തണുപ്പ് കൂടുകയാണ് ചെയ്യുക. ആ കൊടും തണുപ്പിൽ
എന്നോടൊരു ഹദീസിന്റെ ഇജാസത്ത് ആവശ്യപ്പെട്ട ആ പാവം വിശ്വാസികളെ നിരാശരാക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി സുബഹിക്ക് പള്ളിയിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ നിന്ന് അല്പം ദൂരെയാണ്, നടന്നങ്ങോട്ട് ചെന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് സുബഹിക്ക് സാധാരണ സുബഹിക്കുണ്ടാകുന്നതിനേക്കാൾ അധികം ആളുകളുണ്ടായി എന്ന് ഇമാമ് തന്നെ ഞങ്ങളോട് പറയുകയാണ്. കാരണം ഷെയ്ഖ് രാവിലെ വരുമെന്നും ഹദീസിന്റെ ഇജാസത്ത് തരുമെന്നും അവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് കൂടുതൽ ആള് വന്നിട്ടുണ്ട്. അങ്ങനെ ഇസ്രയേലിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട്, ബൈത്തുൽ മുഖദ്ദസ് ഇസ്രയേൽ ടെറിറ്ററിയിലാണ്, അവിടെ ചെന്നുകൊണ്ട് യൂതന്മാരും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ ചെന്നുകൊണ്ട് ആ നാട്ടുകാർക്ക് ഇജാസത്ത് കൊടുക്കുമ്പോൾ അൽ മുസൽസലു ബിൽ അവ്വലിയാത്ത് എന്ന് പറയുന്ന അർറാഹിമൂന യർഹംഹുമുർ റഹ്മാനു തബാറക വ തആല എന്ന് പറയുന്ന ഹദീസ് ഓതിക്കൊടുത്തുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള് എന്ന് പറയുന്ന ഭാഗം ഊന്നിപ്പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ സംഘർഷമില്ലാത്തത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് മുസ്ലിമീങ്ങൾ മുഴുവനും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടുകൂടി അവർ വളരെ ഐക്യത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നതെന്നും അതിന് കാരണം ഞങ്ങളുടെ ആലിമീങ്ങൾ മുഴുവൻ അനുയായികളെ പഠിപ്പിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്ക് ഓരോരുത്തർക്കും ഉസ്താദിന്റെ കൈ പിടിക്കണം, ഓരോരുത്തർക്കും ഉസ്താദിനെ മുസാഫഹത്ത് ചെയ്യിക്കണം, ഓരോരുത്തർക്കും സാധിക്കുമെങ്കിൽ ഉസ്താദ് അവരുടെ കൂടെ ഒരല്പസമയം നടക്കണം, അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കണം. ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങൾ ഉസ്താദ് പറഞ്ഞു. എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം ഞാൻ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു, ഹദീസിന്റെ ഇജാസത്ത് ഞാൻ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ സാധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ലോകത്ത് എവിടെയൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചെല്ലുന്നുവോ അവിടെയൊക്കെ ആളുകൾ ഉസ്താദിനെ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ മുഖത്ത് നൽകിയ ഒരു ബഹുജത്തുണ്ട്, ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന്റെ അടിസ്ഥാനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് തന്റെ ജീവിതം എന്ന ഉറച്ച വിശ്വാസമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉറങ്ങുകയും സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉണരുകയും സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുകയും ചെയ്യുന്ന, അഥവാ ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നീക്കിവെക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുന തയ്യാറായതുകൊണ്ടാണ് ഈ ഉയർച്ച മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 9 ഒരു സംഭവം കൂടി ഞാൻ അനുസ്മരിക്കട്ടെ. അന്ന് സമസ്ത അതിന്റെ മുഷാവറ ചേരുകയാണ് കാസർകോട്ട് നമ്മുടെ സഅദിയയിൽ. ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ സഅദിയയിൽ വെച്ച് നമ്മുടെ മുഷാവറ ചേരുകയാണ്. പ്രത്യേക സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു ഈ സദസ്സിന് നേതൃത്വം നൽകിയത് ഇക്കാലമത്രയും മഹാനവറുകളായിരുന്നു. താജുൽ ഉലമയുടെ ഖബറ് അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഖത്മുൽ ബുഖാരി പരിപാടി കണ്ടുകൊണ്ട് ഇവിടെ സാദാത്തുക്കളും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒരുമിച്ച് കൂടിയ ഈ അസുലഭ മുഹൂർത്തം ഖബറിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് സന്തോഷിക്കാനുള്ള വക അല്ലാഹു തആല താജുൽ ഉലമക്ക് നൽകുമാറാവട്ടെ. താജുൽ ഉലമ കാണിച്ചു തന്ന അതേ വഴിയിൽ മരണം വരെ മുന്നോട്ട് ചലിക്കാനുള്ള തൗഫീഖ് നമുക്കും ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. താജുൽ ഉലമയുടെ വിയോഗാനന്തരം സമസ്തക്കൊരു പുതിയ പ്രസിഡന്റ് വേണം. MA ഉസ്താദ് കുറച്ചു കാലമായി വളരെയധികം രോഗബാധിതനാണ്, യാത്ര ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സഅദിയ്യ സമ്മേളനത്തോടനുബന്ധിച്ച് മുഷാവറ അവിടെ വെച്ച് നടത്താം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 9 സഅദിയ്യയിൽ മുഷാവറ ചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഷാവറ ആരംഭിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്
അങ്ങോട്ട് സദസ്സിലേക്ക് കടന്നു വരുന്നത്. നൂറുൽ ഉലമക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഈ സമസ്തക്ക് ധീരമായി നേതൃത്വം നൽകിക്കൊണ്ട് മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഒരുപാട് കാലം നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എം.എ. ഉസ്താദ് അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ സീറ്റിലിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദുണ്ട്, പൊസോട്ട് തങ്ങളുണ്ട്, മറ്റു മുശാവറ മെമ്പർമാര് എല്ലാവരുമുണ്ട്. എല്ലാവരുമായി ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിനോട് പറഞ്ഞു, താജുൽ ഉലമയുടെ സ്ഥാനത്ത് അങ്ങ് പ്രസിഡന്റ് ആകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എം.എ. ഉസ്താദ് പറഞ്ഞു, ഇല്ല, എന്നെ കൊണ്ട് ഇനി സാധ്യമല്ല. അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ചു, സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എന്റെ ആരോഗ്യസ്ഥിതി അതിന് തീരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മറ്റാരെയെങ്കിലും, ഈ കൂട്ടത്തിൽ പ്രഗത്ഭരായ ആലിമീങ്ങളുണ്ട്, അവരിൽപ്പെട്ട മറ്റാരെയെങ്കിലും തെരഞ്ഞെടുക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മറ്റുള്ള ഉസ്താദുമാരും മുഖത്തോട് മുഖം നോക്കുകയാണ്. എം.എ. ഉസ്താദ് പറയുന്നത് 100% ആത്മാർത്ഥമായിട്ടാണ്. അനാരോഗ്യം കാരണമായി ഇത്തരം വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. കാന്തപുരം ഉസ്താദ് ഒന്ന് എല്ലാവരെയും നോക്കി, രണ്ടാമതായി എം.എ. ഉസ്താദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എം.എ. ഉസ്താദ്, ഒരു കാര്യം ഉസ്താദ് ആലോചിക്കണം. ഈ സമസ്തയിലെ ഭിന്നിപ്പുണ്ടായപ്പോൾ ധൈര്യസമേതം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നവർക്ക് നേതൃത്വം നൽകിയതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആള് അങ്ങാണ്. രണ്ടാമത്, ഇന്നത്തെ മുശാവറ മെമ്പർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയവരും അങ്ങാണ്. മാത്രമല്ല, സമസ്തയുടെ ആദ്യകാല ചരിത്രം മുതൽ നിലവിലുള്ള അവസ്ഥ വരെ അതിന്റെ മുഴുവൻ ചരിത്രവും ഇത്രമാത്രം അറിയുന്ന ഒരാളും വേറെയില്ല. ഈ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം അങ്ങേൽക്കണമെന്ന് പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് അനുകൂലമായി നല്ലവണ്ണം മൂളുന്നില്ല. നാലാമത്തെ പോയിന്റ് കാന്തപുരം ഉസ്താദ് പറയുകയാണ്, എം.എ. ഉസ്താദ് ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം. അവിടെ പയ്യന്നൂർ മുതൽ അല്ലെങ്കിൽ പാപ്പിനിശ്ശേരി മുതൽ 10, 15, 20 കിലോമീറ്റർ നീളത്തിൽ ഈ കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും സുന്നത്ത് ജമാഅത്തിന്റെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാർ താജുൽ ഉലമയുടെ ജനാസയൊന്ന് കാണണം, ആ താജുൽ ഉലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ അവിടെ നടക്കുന്ന മയ്യിത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ ആയത്തിൽ തന്നെ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നട്ടപ്പാതിരക്കും ഈ പുഴയോരത്ത് അവര് കീഴുന്നത് ഒരു മുറുക്ക് വെള്ളം കിട്ടാതെയാണ്, വാഹന സൗകര്യമില്ലാതെയാണ്. അവരൊക്കെ താജുൽ ഉലമയുടെ ജനാസ കാണാൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം താജുൽ ഉലമ ജീവിച്ചത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് എന്ന അവരുടെ ഉറച്ച വിശ്വാസമാണ്. എം.എ. ഉസ്താദ്, ഇന്നോ നാളെ ഞാനും നിങ്ങളും മരിച്ചു പോകും. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകർ നമുക്ക് ദുആ ചെയ്യണമെങ്കിൽ നേതൃത്വം നൽകാൻ നമ്മൾ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഓർക്കുകയാണ്, എം.എ. ഉസ്താദ് പറഞ്ഞു, മതി, എനിക്ക് ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഞാനതാ കഴിവില്ലെങ്കിൽ പോലും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ആലിമീങ്ങളെയും ഉമറാക്കളെയും ഉലമാക്കളെയും മുതഅല്ലിമീങ്ങളെയും പണക്കാരെയും രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും ഒരുപോലെ അനുനയിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് എവിടെയൊക്കെ സമുദായത്തിന് നേട്ടം കിട്ടുമോ ആ നേട്ടം മുഴുവൻ കൊയ്തെടുക്കണം എന്നുള്ള നിർബന്ധം, ആ ഒരൊറ്റ നിർബന്ധമാണ് ആ ജീവിതത്തിന്റെ മിഷൻ. മൈ ലൈഫ് ഈസ് മൈ മിഷൻ എന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതം തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് എന്ന് പറയുന്ന ആ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ലോകം അംഗീകരിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ ചിലർക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. വൈകിയാണെങ്കിലും അംഗീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് കാര്യങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, ആലജത്തുൽ അബ്റസ വൽ അക്മഹ ഫഅബ്റൽതുഹുമ, ഞാൻ ഒരുപാട് വെള്ളപ്പാണ്ടുകാരെയും അതുപോലെ തന്നെ കുഷ്ഠരോഗികളെയും കണ്ണു കാണാത്തവരെയും ഒക്കെ ചികിത്സിച്ചിട്ടുണ്ട്. ഫഅബ്റൽതുഹുമ,
അവരെയൊക്കെ എത്ര പെട്ടെന്ന് സുഖമാക്കാൻ, അവരുടെ രോഗം മാറ്റാൻ എനിക്ക് സാധിച്ചു എന്നു. പക്ഷേ ആലജത്തുൽ അഹ്മഖ്, ഞാൻ വിഡ്ഢിയെ ചികിത്സിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഇത്ര വലിയ മുഅ്ജിസത്ത് അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ വിഡ്ഢികളെ ചികിത്സിച്ച് സുഖമാക്കുക എന്ന പണി ഈസാ നബി പറയുകയാണ്, എനിക്ക് പോലും സാധിച്ചിട്ടില്ല. ഇതേ ആശയം ഒരു കവി കവിതാ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ലികുല്ലി ദായിൻ ദവാഉൻ യുസ്തതബ്ബു ബിഹി ഇല്ലൽ ഹമാതത അയ്യത്ത് മൻ യുദാവിഹാ. ലികുല്ലി ദായിൻ ദവാഉൻ യുസ്തതബ്ബു ബിഹി, ഏത് രോഗത്തിനും മരുന്നുണ്ട്, ആ മരുന്നങ്ങ് നൽകിയാൽ സുഖമാവുകയും ചെയ്യും. ഇല്ലൽ ഹമാഖത അയ്യത്ത് മൻ യുദാവിഹാ, ഈ വിഡ്ഢികളുടെ വിഡ്ഢിത്തം ചികിത്സിക്കുന്നവൻ നിസ്സഹായനായി പിന്മാറേണ്ടി വരും. ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിർത്തുകയാണ്. ഉസ്താദ് ഇങ്ങോട്ട് ഇപ്പോൾ വരും. അതിന്റെ മുമ്പ് ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ മെയ് 24-ാം തീയതി 456 കുട്ടികളാണ് ട്രെയിനിൽ നമ്മുടെ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനുകളിൽ വന്നിറങ്ങിയത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൽ കുറെ കുട്ടികൾ മുക്കത്തേക്കാണ് പോൽ, വേറെ കുറെ കുട്ടികൾ വെട്ടത്തൂരിലേക്കുമാണ്. ഏതായാലും നമ്മുടെ കേരളത്തിൽ ആ ഖിയാമത്ത് നാൾ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ പത്രങ്ങളിൽ ചില ഭാഷകളിൽ ചില മാറ്റം വരുന്നുണ്ട്. നേരത്തെ മനുഷ്യക്കടത്ത് എന്ന് തന്നെയായിരുന്നു എല്ലാ പത്രങ്ങളും നൽകിയിരുന്ന തലക്കെട്ടുകൾ. എന്നാൽ ഇപ്പോൾ 1-2 ദിവസമായി കുട്ടികളെ കൊണ്ടുവന്നത് എന്ന രീതിയിൽ തലക്കെട്ടിന് ചില പത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തേ പത്രക്കാര് ആ തലക്കെട്ട് തിരുത്താൻ തയ്യാറായത്? പോകട്ടെ, പത്രക്കാര് തലക്കെട്ട് തിരുത്താൻ എന്തേ കാരണം എന്ന് അന്വേഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. കാരണം ഇന്ന് തിരുത്തിയത് നാളെ അവർ പിന്നെയും തിരുത്തിക്കൂടായികയില്ല. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകന്മാരെ പോലെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മാലിയിൽ നേരത്തെ എത്തി. മഡഗാസ്കറിൽ നിന്ന് ന്യൂനമർദ്ദം വളരെ സ്പീഡിൽ പുറപ്പെട്ടിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് തീർച്ചയായിട്ടും മെയ് 28-ന് ഇനി ഇൻ കേസ് ഓഫ് എനി ഡിലേ അഥവാ വൈകുകയാണെങ്കിൽ എന്തായാലും ജൂൺ 1-ന് കാലവർഷം ഇവിടെ എത്തും എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. ജൂൺ 1 മഴ തീരെ പെയ്യാതെ വന്നപ്പോൾ അവര് പറഞ്ഞു ഇനി 1-2 ദിവസവും കൂടി കഴിയും. അതിന്റെ ഇടക്ക് മഴ പെയ്താലും കാലാവസ്ഥാ നിരീക്ഷകർ അതിനെ മൺസൂണായി പരിഗണിക്കുകയില്ല. എപ്പോൾ മഴ പെയ്യുമ്പോഴാണോ കാലാവസ്ഥാ നിരീക്ഷകന്മാർ അതിനെ കാലവർഷം എന്ന് പറയുന്നത്, അതുവരെ പെയ്യുന്ന മഴ മുഴുവൻ ഇടവപ്പാതിയായി കണക്കാക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാ? ചിലർക്ക് യതീമ് എന്നൊക്കെ തിരിയാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഉസ്താദുമാര് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം എന്ന് ഉണർത്തുകയാണ്. 2 മിനിറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാലവർഷം എന്ന് അവര് തന്നെ പറഞ്ഞെങ്കിലേ അത് കാലവർഷമാവൂ. അതുവരെ അതിനെപ്പറ്റി നിങ്ങൾ ഇടവപ്പാതി എന്നേ പറയാൻ പാടുള്ളൂ. അല്ല എങ്കിൽ യു ഹാവ് ഗോട്ട് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ അബദ്ധമാണ് പറ്റിയത് എന്ന് സാരം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 456 കുട്ടികൾ എന്ന് പറഞ്ഞാൽ മർക്കസിൽ കൊണ്ടുവന്ന പോലത്തെ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കരുത്. ആൺകുട്ടികളെക്കാൾ കൂടുതലും പെൺകുട്ടികളാണ്. എത്തിൻകുട്ടികളെ കൊണ്ടുവന്നാലും ഇങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദയവ് ചെയ്ത് അവരോട് ദേഷ്യം പിടിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം കനകം മൂലം കാമിനി മൂലം ഉലകിൽ പലവിധ കലഹം സുലഭം എന്ന് ചങ്ങമ്പുഴയാണോ കുമാരനാശാനാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഈ കുട്ടികളെ കൊണ്ടുവന്ന് വളർത്തിയാൽ യതീംഖാനയിലായാലും അല്ലെങ്കിലുമൊക്കെ പെൺകുട്ടികളുടെ കാര്യം കുറച്ച് അപകടം തന്നെയാണ്. അത് തന്നെയെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് മാത്രമേ ഇവിഷയത്തിൽ പറയുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാശ്മീരിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി ഇവിടെ കുട്ടികൾ വന്നപ്പോൾ ഇവിടെ മറുവിഭാഗം പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്താണെന്നറിയാമോ? തീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടി, ടെററിസം പഠിപ്പിക്കാൻ വേണ്ടി മർക്കസിലേക്ക് കാശ്മീരിൽ നിന്ന് കുട്ടികൾ വന്നിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനയും അവരുടെ പൊന്നോമനപുത്രൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയും അവരുടെ കീഴിലുള്ള പ്രവർത്തകന്മാരും ഗുജറാത്തിൽ ചെന്ന് അവിടെ സ്കൂളുകളും മറ്റും ആരംഭിച്ചപ്പോൾ കാന്തപുരം വിഭാഗം മോഡി പക്ഷത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം വിഭാഗത്തെ RSS ആക്കാൻ, കാന്തപുരം വിഭാഗത്തെ BJP ആക്കാൻ എല്ലാവരും മുന്നോട്ട് വരികയുണ്ടായി.
എല്ലാവരും അത് ഏറ്റുപറയാൻ തയ്യാറാണ്. ഒരൊറ്റ കുട്ടി പോലും കാന്തപുരത്തിന് വിഷയത്തിൽ എന്ത് പറയാനുണ്ട് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഒരു ചാനലുകാരൻ പോലും വന്നിട്ട് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കിത് പരാതിയും വേദനയും ഒന്നുമില്ലേ, ഞങ്ങളും നിങ്ങളുടെ കൂടെ സംവേദന പ്രകടിപ്പിക്കുകയാണ് എന്ന് പറയാൻ ആരുമുണ്ടായില്ല. ആസാമിൽ ചെന്ന് കൊക്രാജാർ ഏരിയയിലുള്ള ദുരിതബാധിതർക്ക് സഹായവുമായി കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഞാനും പോയിരുന്നു. അവിടെ ജനലക്ഷങ്ങൾ വന്ന് പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ ഇവിടത്തെ മറുവിഭാഗം പറയുകയുണ്ടായി, ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാർ കാന്തപുരം മുഖേന കേരളത്തിലെത്തുമെന്ന്. നഊദു ബില്ലാഹ്. അന്ന് ഒരു കാര്യം നിങ്ങളൊക്കെ ഓർക്കണം, കാന്തപുരം ഉസ്താദ് കാശ്മീരിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഇത് ടെററിസം പ്രചരിപ്പിക്കാനുള്ള മാർഗമാകുമെന്ന് ഈ ലോകത്തേതെങ്കിലും ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് കുടുങ്ങിയ മറുവിഭാഗം മാത്രമാണ്. ഒരു RSSന്റെ നാവിൽ, ഒരു RSSകാരന്റെ നാവിൽ നിന്ന് അത്തരം ഒരു ശബ്ദം വന്നിട്ടില്ല. ഒരു BJPക്കാരന്റെ നാവിൽ നിന്ന് അത്തരം ഒരു ശബ്ദം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രശ്നമുണ്ടായപ്പോൾ ശ്രീധരൻ പിള്ളയെപ്പോലെയുള്ളവർ മറ്റവർക്ക് മറുപടി പറഞ്ഞു, നിങ്ങൾ കാന്തപുരത്തെ കണ്ട് എങ്ങനെയാണ് പ്രശ്നമൊന്നുമില്ലാതെ ഈ കുട്ടികളെ കൊണ്ടുവരല് എന്നൊന്ന് ചോദിച്ചു പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉപദേശമാണ് അവർ നൽകിയത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് ഞങ്ങൾക്ക് വളരെയധികം വിഷമത്തോടെ ഒരു സംഗതി ചോദിക്കാനുണ്ട്. ഉസ്താദ് കേൾക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങ് കാശ്മീരിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ മർക്കസ് തറസുദത്തിന്റെ സെന്റർ ആവാൻ പോവുകയാണെന്ന് പറഞ്ഞ മറുവിഭാഗം, അങ്ങ് ആസാമിൽ പോയി ദുരിതബാധിതർക്ക് സഹായം നൽകിയപ്പോൾ അവിടെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കേരളത്തിലെത്താനുള്ള മാർഗമാണെന്ന് പറഞ്ഞവർ, അങ്ങ് ഗുജറാത്തിൽ ചെന്നപ്പോൾ അങ്ങയെപ്പറ്റി നരേന്ദ്രമോദിജിയുടെ പിണയാളാണ് എന്ന് പറയാൻ ധൈര്യപ്പെട്ടവർ, ആ കൂട്ടരിങ്ങനൊരു കേസിൽ കുടുങ്ങിയപ്പോൾ ഉസ്താദെ ഒരു ദിവസം തന്നെയെങ്കിലും അതൊന്ന് നന്നായി എന്ന് എന്തേ അങ്ങ് പറയാഞ്ഞത്? ഞങ്ങൾക്കറിയാം അങ്ങ് പറയൂല എന്ന്, അങ്ങ് ഒരിക്കലും പറയൂല, അങ്ങ് പറയരുത്. മറിച്ച് ഞങ്ങളെയൊക്കെ അങ്ങ് പഠിപ്പിച്ചത് സമാധാനത്തിന്റെ മാർഗമാണ്. അങ്ങ് ഈജിപ്തിൽ ചെന്നപ്പോൾ, അങ്ങ് ലിബിയയിൽ ചെന്നപ്പോൾ, അവിടെ നിന്ന് മൗറീഷ്യസിൽ ചെന്നപ്പോൾ, സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ, അതേപോലെ സിംഗപ്പൂരിലും മലേഷ്യയിലും അതേപോലെ തായ്ലൻഡിലുമൊക്കെ ചെന്നപ്പോൾ അവിടെയുള്ള മനുഷ്യന്മാരോടൊക്കെ അങ്ങ് പറഞ്ഞത് പരസ്പര സഹകരണത്തിന്റെ ആവശ്യകതയും അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങൊരിക്കലും നമ്മളെ പണ്ട് കളിയാക്കിയ ആളുകൾ ഇതാ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ് വീണ് കിടക്കുകയാണ്, ഒരല്പസമയം ഒന്ന് പരിഹസിക്കാം എന്നങ്ങ് കരുതിയില്ല, അങ്ങ് കരുതുകയില്ല. ആരും തന്നെ നമ്മുടെ വിഭാഗത്തിൽ അങ്ങനെ കരുതുകയില്ല. പക്ഷേ അങ്ങയുടെ പത്രസമ്മേളനം നടന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ ബന്ധപ്പെട്ട മന്ത്രി മുനീർ സ്ഥലത്തില്ലെങ്കിൽ പോലും പകരക്കാരനായി കുഞ്ഞാലിക്കുട്ടിയെയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി വിളിച്ച് മീറ്റിംഗ് കൂടിയപ്പോൾ സുബ്ഹാനല്ലാഹ് അങ്ങ് പറഞ്ഞ പോയിന്റാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുനീറിന് പകരം വന്ന കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്കും പറയാനുള്ളത് എന്ന കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഞങ്ങളുടെ ഉസ്താദിന്റെ ദീർഘദൃഷ്ടി അല്ലാഹുവേ അതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുട്ടികളെ കൊണ്ടുവന്നത് ലൈംഗിക പീഡനത്തിനല്ല, കുട്ടികളെ കൊണ്ടുവന്നത് ബാലവേലക്കല്ല, കുട്ടികളെ കൊണ്ടുവന്നത് അവയവമോഷണത്തിനല്ല, കുട്ടികളെ കൊണ്ടുവന്നത് അവരെ ഒളിച്ചു കടത്തിയതല്ല. ഇത്തരം കാരണങ്ങളാൽ ഇതിനെ ഒരിക്കലും മനുഷ്യക്കടത്തായി വിലയിരുത്താൻ സാധ്യമല്ല എന്ന് ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ആദ്യമായി മീഡിയകളോട് പറഞ്ഞത് അങ്ങായിരുന്നു എങ്കിൽ അങ്ങത് പറഞ്ഞ് 2 ദിവസം കഴിയേണ്ടി വന്നു. കേരളത്തിലെ ഗവൺമെന്റ് പോലും ആ രീതിയിൽ ചിന്തിക്കാനും അത് മനുഷ്യക്കടത്തല്ല എന്ന് പ്രഖ്യാപിക്കാനും അങ്ങൊന്നുകൂടി അവരോട് സൗജന്യം കാണിച്ചു. രേഖകൾ ശരിയല്ല എന്നത് നേരാണെങ്കിൽ, അഥവാ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത കുട്ടികളാണ് എങ്കിൽ അതിന് പിഴ ചുമത്താം. അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഡോക്യുമെന്റ്സിന്റെ ഷോർട്ടേജ് ഉണ്ട് എങ്കിൽ ആ രേഖ ഗവൺമെന്റ് ഔദ്യോഗികമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ രേഖ ഉണ്ടാക്കിക്കൊടുത്ത് നിയമപ്രകാരം പഠിക്കാൻ വന്ന കുട്ടികളാക്കി മാറ്റണമെന്ന് ആ വിഭാഗത്തിലെ ഒരു കുട്ടി പോലും ഈ കാലം വരെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ സഖാഫി സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട
സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ ഉസ്താദ്. നമ്മുടെ ഉസ്താദ് നമ്മുടെ എല്ലാ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണം. അങ്ങനെയാണ് 10,000-ഓളം സഖാഫികളെ ശൈഖുനാക്ക് ഈ കാലയളവിൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത്. യതീം കുട്ടികൾ ഇവിടെ നിന്നങ്ങ് പഠിച്ചവരെങ്കിലും പോയി തുലയട്ടെ എന്നല്ല, ആയിരക്കണക്കിന് യതീം കുട്ടികൾ അബൂദാബിയിലെ അഡ്നോക്കി എന്ന് പറയുന്ന പെട്രോളിയം കമ്പനിയിൽ ഉയർന്ന ശമ്പളം വാങ്ങിക്കൊണ്ട് അവർ ജോലി ചെയ്യുകയും ആയിരക്കണക്കിന് യതീം കുട്ടികളുടെ ഉമ്മമാർ വീട്ടിൽ വെച്ച് ഓരോ നിസ്കാരത്തിന്റെയും ശേഷം പടച്ചവനെ യതീമായ എന്റെ കുട്ടിയെ ഗൾഫിലേക്ക് അയച്ച് ഈ കുടുംബം പോറ്റാൻ മുഴുവൻ വഴികൾ തുറന്ന കാന്തപുരം ഉസ്താദിന് ദീർഘായുസ് നൽകണേ എന്ന് ദുആ ചെയ്യുമ്പോൾ എന്റെ സഖാഫി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉസ്താദിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് നമ്പർ 1 ഉസ്താദ് പഠിപ്പിച്ചു തന്ന സുന്നത്തിയമായത്തിന്റെ ആശയം. ആ ആശയത്തിൽ അണുവളവ് വിട്ടുവീഴ്ചയില്ലാതെ സത്യം സത്യമായി യുക്തമായി അവതരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആ ആശയത്തിലേക്ക് ക്ഷണിക്കുകയും നാം സ്വയം സുന്നത്തിയമായത്തിന്റെ അടിയുറച്ച വിശ്വാസികളായി ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. പണ്ഡിതന്മാർ അവരുടെ ശിയാറ് വിടാതെ ജീവിക്കുകയും ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഗുണം ചെയ്യുകയും ചെയ്യും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.